മീനച്ചൂട് കഴിഞ്ഞിട്ടും മേടമാസമായിട്ടും പുറത്തും നമ്മുടെയൊക്കെ ഉള്ളിലും ചൂട് അതികാഠിന്യമേറുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രകൃതിയിൽ മാത്രമല്ല, മനുഷ്യഹൃദയങ്ങളിലും ചൂട് വല്ലാണ്ട് വമിക്കുന്ന ദുരനുഭവമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുനരുദ്ധാനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തായ സന്ദേശം ക്രിസ്തു പകർന്നു നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം പ്രത്യേകമായി പരിശോധിക്കുമ്പോൾ 3 ആവർത്തിയാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ആശംസ. ചുറ്റുപാടുമുള്ള പ്രതിസന്ധികളുടെ മധ്യേ, വ്യാകുലങ്ങളുടെ മധ്യേ, ഭയത്തിൻ്റെ മധ്യേ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് അവരുള്ളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, മുറിക്കുള്ളിൽ വാതിലുകൾ പൂട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ക്രിസ്തു വാതിലുകൾ അടച്ചിരിക്കി അവരുടെ മധ്യേ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമെന്ന്. പ്രിയരെ, ഇന്ന് ലോകമൊക്കെയും ഏറ്റവും അധികം ഉറ്റുനോക്കുന്നതും ഈ സമാധാനത്തിന് വേണ്ടിയാണ്. രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ, ദുരന്തങ്ങളിലായിരിക്കുമ്പോൾ, യുദ്ധത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ, പലപ്പോഴും ഇന്നുമൊക്കെ സീസ് ഫയറുകൾ കണ്ടീഷനുകളുടെ സീസ് ഫയറുകളാണ്. 10ഉം 15ഉം കണ്ടീഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചാൽ മാത്രമുള്ളൊരു സമാധാനം സ്ഥാപിതമാകുന്ന ഒരു ലോകത്ത് ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ക്രിസ്തു പകർന്നു നൽകുന്ന ഒരു സമാധാനമുണ്ട്. അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് പറയുമ്പോൾ അത് അൺകണ്ടീഷണലായിട്ടുള്ള, ഉപാധികളില്ലാത്തതായിട്ടുള്ളൊരു സമാധാനം നമുക്ക് ഇവിടെ ദർശിക്കുവാൻ സാധിക്കും. ശിഷ്യന്മാരുടെ ആ കൂട്ടം, അതിൽ തന്നെ തള്ളിപ്പറഞ്ഞവനുണ്ട്, തന്നെ ഉപേക്ഷിച്ച് ദൂരെ മാറി നിന്നവരുണ്ടായിരുന്നു, ദൂരെ കോടി അകന്നവരുണ്ടായിരുന്നു, പന്തിരുവരിൽ തൻ്റെ മാറോടണഞ്ഞ യോഹന്നാനും ഉണ്ടായിരുന്നു. ഇവരോട് എല്ലാവർക്കും ക്രിസ്തു നൽകുന്നത് ഒറ്റ സന്ദേശമാണ്, ഒറ്റ വാഗ്ദാനമാണ്, നിങ്ങൾക്ക് സമാധാനം എന്നുള്ളത്. ഇസഹാക്ക്, നിനവയിലെ ഇസഹാക്ക് എന്ന 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: മേക്ക് പീസ് വിത്തിൻ യുവർ സെൽഫ് ആൻഡ് ഹെവൻ ആൻഡ് എർത്ത് വിൽ മേക്ക് പീസ് വിത്ത് യു. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സമാധാനം സ്ഥാപിക്കപ്പെടുമ്പോൾ സ്വർഗവും ഭൂമിയും നമ്മളോട് സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നുവെങ്കിൽ, പ്രിയരെ, ഇന്ന് പലപ്പോഴും നമ്മൾക്കൊക്കെ ചില ഗോ ടു പ്ലേസുകളുണ്ട്, ചില ഗോ ടു പേഴ്സൺസ് ഉണ്ട്. പലപ്പോഴും യുവതലമുറകൾ സ്റ്റാറ്റസുകളിലൊക്കെ ഇടാറുണ്ട് ഈ പരിശുദ്ധ പള്ളിയുടെയൊക്കെ ഫോട്ടോയും പരിശുദ്ധൻ്റെ ഖബറുമൊക്കെ ഇട്ട് പ്രതിസന്ധിയുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ ചെന്ന് ഹൃദയം പകരുവാനുള്ളൊരിടമെന്ന രീതിയിൽ ദൈവാലയങ്ങൾ വ്യക്തികളെയൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ, പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ഞാനും നിങ്ങളുമൊക്കെ അഭയപ്പെടുമ്പോൾ, ഇതൊക്കെ നമുക്ക് ചില സമാധാനത്തിൻ്റെ ഗോ ടു പ്ലേസുകളായി, പരിശുദ്ധ പരിമല തിരുമേനിയെ പോലെ സമാധാനത്തിൻ്റെ ഗോ ടു പേഴ്സൺസായി തീരുമ്പോൾ അവർക്കൊക്കെ നമുക്ക് നൽകുവാൻ, ഒരു വലിയ സമാധാനം നൽകുവാൻ അവർക്ക് സാധ്യമാകുന്നത് പോലെ 2 ചിന്തകൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരണം. ഒന്ന്, നമ്മുടെ ഉള്ളിൽ സമാധാനം സ്ഥാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുമോ? ക്രിസ്തുവിൻ്റെ സമാധാനം എനിക്കും നിങ്ങൾക്കും പ്രതിബിംബിക്കുവാൻ, മേക്ക് പീസ് വിത്തിൻ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രവൃത്തികളിൽ, നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ വാക്കുകളിൽ സമാധാനത്തിൻ്റെ നല്ല അംശികളായിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുമോ? വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാനും നിങ്ങളുമൊക്കെ ഇടപെടുന്ന മേഖലകളിൽ, അത് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃബന്ധങ്ങളിലായിക്കൊള്ളട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മുടെ സഹോദര കൂടപ്പിറപ്പുകളുമായിട്ടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, സഭാതലത്തിൽ, ജോലി സ്ഥലങ്ങളിൽ, ഔദ്യോഗിക മേഖലകളിൽ, ഇടവക തലങ്ങളിലൊക്കെ സമാധാനത്തിൻ്റെ വാഹകരായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുമോ? ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പലപ്പോഴും ചിലരുടെയൊക്കെ സാന്നിധ്യം, നമ്മുടെയൊക്കെ സാന്നിധ്യം ചിലർക്ക് സമാധാനം കെടുത്തുന്നാറില്ലേ? നമ്മുടെയൊക്കെ വാക്കുകൾ ചിലരുടെ സമാധാനം നഷ്ടമാക്കാറില്ലേ? നമ്മളുടെ ചിന്തകൾ പോലും പലരുടെയും സമാധാനം നഷ്ടമാക്കുന്ന വിധത്തിലേക്ക് ചിന്തിക്കാറില്ലേ? ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം, അത് ലോകത്തിന് മുഴുവൻ വ്യാപിക്കുവാൻ ക്രിസ്തു ലോകത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും അയച്ചിരിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരായ 12 മാത്രമല്ല, അതിനുപരിയായിട്ട് ലോകമൊക്കെയിലുമുള്ള എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ദൗത്യം പേറുവാൻ, ആ സമാധാനത്തിൻ്റെ സുവിശേഷം പേറുവാൻ വേണ്ടി അയച്ചിരിക്കുകയാണ്. നമ്മളുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ,
സഭ, സാമൂഹിക, ഔദ്യോഗിക ജീവിതങ്ങളിൽ സമാധാനത്തിൻ്റെ വാഹകരായിരിക്കാൻ, അതിനെ ക്രിസ്തുവിൻ്റെ സമാധാനത്തെ പ്രതിബിംബിപ്പിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധ്യമാകണം. സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു, സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആ വിധത്തിൽ സമാധാനത്തിൻ്റെ വാഹകരായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. പ്രത്യേകാൽ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗ്യസ്മരണാർഹനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ ശ്രേഷ്ഠമായ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന് ആചരിക്കുന്നത്. ആ ശ്രേഷ്ഠനായ തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഈ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ സഭയുടെ സമാധാനത്തിന് വേണ്ടി, കാതോലിക്കേറ്റിൻ്റെ യശസ്സിന് വേണ്ടി കുന്നംകുളത്തും പുത്തൻകാവിലും സഭയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠനായ അനുഗ്രഹീതനായ ഒരു വാഗ്മിയായി തിളങ്ങിയതുപോലെ, സമാധാനത്തിൻ്റെ വാഹകനായി തീർന്നതുപോലെ ആ പരിശുദ്ധൻ്റെ ഖബറിങ്കിൽ എഴുതിയിട്ടുണ്ട്, ഹിസ് വോയിസ് വാസ് സ്വീറ്റ് ആൻഡ് ഹിസ് പ്രസൻസ് വാസ് ജോയ്ഫുൾ. അതെ, ക്രിസ്തുവിൻ്റെ സമാധാനം അദ്ദേഹം പേറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം മാധുര്യമുള്ളതായി തീർന്നതുപോലെ, അദ്ദേഹത്തിൻ്റെ സാമ്യം സമാധാനമായി തീർന്നതുപോലെ എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ, ചിന്തകളും സാമീപ്യവും അനേകർക്ക് സമാധാനം പകർന്നതായി തീരട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ എന്നെയും നിങ്ങളെയും യോഗ്യരാക്കി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുന്നു.